ഞാനും അക്കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാനും അതെന്നും പറയുന്ന കാര്യമാണ്. അപ്പൊ എന്റെ മോളും ഞാനും ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി അത് നമ്മുടെ കൂടെ ഉള്ളപ്പോ നമുക്കതൊരു ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത് ആണ് നമുക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ എവിടെ പോയാലും ഞാൻ സ്റ്റേ ബാക്ക് എടുക്കാത്തതിന്റെ കാര്യം തന്നെ. എവിടെ പോയാലും ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രം പോലെ ആൾക്കാർ ചോദിക്കും സ്റ്റേ തരാം, സ്റ്റേ എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല, എത്ര രാത്രിയിൽ ഇവിടുന്ന് ചില നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആലുവയിൽ നിന്നൊക്കെ 11:30-12 മണിക്കൊക്കെ നമ്മുടെ ഓൺ നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോഴും വേണമെങ്കിൽ അമ്മയൊക്കെ പേടിക്കും, എന്ത് നീ രാത്രി വരണ്ട, ഇത്രയും ട്രാവൽ ചെയ്ത് രാത്രി 1.5 മണിക്കൂർ ചേർത്തലേക്ക് ട്രാവൽ ചെയ്യണ്ടേ. അപ്പോഴും ഞാൻ പോകുന്നതിന് കാരണം എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ, അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവളുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് തിരിച്ചെല്ലായിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു വല്ലപ്പോഴും വല്ലയിടത്തോട്ട് മാറി നിന്നല്ലോ, കുറച്ച് ആളുകളുടെ അറ്റാച്ച്മെന്റ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട, അവരുടെ ബാല്യത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഇപ്പോൾ കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി പോകും. അന്ന് നമ്മൾ കൊതിക്കും അവരുടെ ഒരു ഹഗ്ഗിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാൻ ഭയങ്കര മോസ്റ്റ് മോഡേൺ ആയിട്ടല്ല, കുറേയൊക്കെ വായിക്കുന്നതിൻ്റെ ആയിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നിരുന്നെങ്കിലും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. ഇപ്പോൾ അവൾക്കൊരു ഹഗ്ഗ്, അവൾ ഇപ്പോഴായിരിക്കും ഹഗ്ഗ് ആഗ്രഹിക്കുക. അന്ന് ചിലപ്പോൾ അവളുടെ സുഹൃത്തുക്കൾ ഹഗ് ചെയ്യാനുണ്ടാവും, അന്ന് അവൾ അമ്മയുടെ ഹഗ്ഗ് ആഗ്രഹിക്കില്ല. മേ ബി എൻ്റെ മോള് തന്നെയല്ലേ, അപ്പോൾ ഇതിനപ്പുറം ആയിരിക്കുമല്ലോ വരാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രി ആയാലും 2 മണിയായാലും അവൾ ഉറങ്ങില്ല, ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവൾ കാത്തിരിക്കും. അവൾ ഒരിക്കലും ഉറങ്ങത്തില്ല ഞാൻ വരാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലും, ആ ഒരു പ്രതീക്ഷ. എല്ലായിടത്തും ഹോട്ട് സീറ്റിലൊക്കെ എല്ലാവരെയും വിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ശാരിക, ഇന്നിപ്പോ ശാരിക ഞാൻ കരയിപ്പിച്ചു. അതെ, സോറി ചേച്ചി കരയുന്ന കണ്ട് ഞാനും കരഞ്ഞു. കരഞ്ഞത് ചെറുതായിട്ടൊരു സങ്കടം വന്നു. അങ്ങനെ കരയണം, മനുഷ്യ തീർച്ചയായിട്ടും ഇമോഷണൽ. ഞാൻ എൻ്റെ ഈ ക്യാരക്ടർ, ഞാൻ എൻ്റെ മോളോട് പറയും, കരയുന്നത് നമ്മൾ ഞാൻ അങ്ങനെ വളർന്നുപോയി, എനിക്കത് മാറ്റാൻ പറ്റില്ല. മറിച്ച് എൻ്റെ മോളോട് ഞാൻ പറയും, യു ഡെഫിനറ്റ്ലി ക്രൈ, നീ ഒളിഞ്ഞെങ്കിലും ഇരുന്ന് നിന്റെ ഇമോഷൻ കരഞ്ഞു തീർക്കണം. നമ്മുടെ എല്ലാ ഇമോഷൻസും അത് നമ്മൾ ലെറ്റ് ഇറ്റ് ഔട്ട് എന്ന് പറയില്ലേ, അത് ദേഷ്യമാണെങ്കിൽ സന്തോഷമാണെങ്കിലും കരച്ചിലാണെങ്കിലും നമ്മളത് മടിക്കാതെ, കരയുന്നതിനകത്ത് എന്താ എത്ര നാണക്കേടിരിക്കും, നമുക്ക് കരച്ചിൽ നമ്മൾ കരഞ്ഞു തന്നെ തീർക്കണം അല്ലേ. അതെ, അതിനിപ്പോ എനിക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തണം. പിന്നെ അവസാനം പറയാം മതി മോങ്ങിയത് എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്ന സിറ്റുവേഷനിലെത്തും. അങ്ങനെ വെറുതെ ഇരുന്ന് കരയല്ലോ, ചില സിറ്റുവേഷൻസ് ചില ഇമോഷൻസ് ആ ഡെപ്ത് ആണ് നമ്മളെ ചിലപ്പം അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുന്നുണ്ടാവുക. എന്തായാലും സോ സോറി, ഇന്നിപ്പം ശാരിക മീഡിയയിലൂടെ ശാരികയിലെ ആ ഒരു എന്താ പറയാ വളരെ പവർഫുൾ ആയിട്ടുള്ള ശാരികനെയാണ് എല്ലാവരും കണ്ടിരുന്നത്. ഞാൻ കണ്ടിരുന്നത് വളരെ സ്വീറ്റ് ആയിട്ട് എപ്പോഴും ഞങ്ങളുടെ ചിരിച്ചു നിൽക്കുന്ന ഒരു ബബ്ലി ശാരികനായിരുന്നു. പക്ഷെ ഇന്ന് ശാരികയുടെ ഈ ഒരു കഥ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ അറിഞ്ഞപ്പോൾ, നമ്മൾ സംസാരിച്ചു പോയപ്പോൾ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. ഐ എം സോ സോറി. ശാരിക ഇത്രയും ഇങ്ങനെ മോളെ ഇങ്ങനെ സ്നേഹിക്കുക, ശാരിക ഈ ലൈഫ് ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ശാരികയുടെ കൂടെ ശാരിക എന്താണെന്ന് ഇപ്പം സംസാരിച്ചിരുന്ന എനിക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലൈഫിൽ കുറേ നാള് ശാരികയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇത്ര അധികം ശാരിയുടെ ഇന്റൻഷൻസ് എല്ലാം വളരെ ക്ലിയർ ആണ്. ശാരിക പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ്, എല്ലാം ഫാക്റ്റ് ആണ്. കൂടുതലായിട്ട് ഒന്നും ശാരിക ആഗ്രഹിക്കുന്നില്ല, നോർമൽ ഒരു ഹ്യൂമൻ ആഗ്രഹിക്കുന്നത് മാത്രം. അപ്പോൾ അവിടെ ശാരികയുടെ കൂടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കേണ്ട ഒരാള് ശാരികനെ മനസ്സിലാക്കുന്നില്ല, ശാരികയുടെ കൂടെ നിൽക്കുന്നില്ല, ശാരികനെ വിട്ടുപോകുന്നു. ഇതൊക്കെ അപ്പം എത്രത്തോളം ശാരികനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും? അത് വിഷമിപ്പിച്ചു ഇൻ ദ സെൻസ്, നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഒരു 10 long years ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ കേസല്ലേ ചോദിക്കുന്നത്. അപ്പോൾ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത് വല്ലാതെ തന്നെ ടോർച്ചർ ചെയ്തൊരു വർഷം ഞാൻ വേറൊരാളായി മാറുമായിരുന്നു. ഞാൻ ഒറിജിനൽ ശാരികയിൽ നിന്ന് വേറൊരാളായി മാറി ആ വീട്ടിലേക്ക് ചെന്നതോടുകൂടി. പിന്നീട് ഒരുപാട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നല്ല, എനിക്കൊരു മരവിപ്പായിരുന്നു. കാരണം സ്നേഹം പ്രകടമാക്കാത്ത ഒരാൾ, നമ്മളധികം സംസാരിക്കാത്ത ഒരാൾ, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ ലൈഫിൽ. അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിക്കും, എനിക്കത് ഇനിയും അത് പറഞ്ഞിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിവേ എന്തായാലും എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയല്ല. എന്നെ അപമാനിച്ചിട്ടുള്ള, എൻ്റെ ക്യാരക്ടറിനെ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള, ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ള, ഒരു കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആകാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യൻ. ഒരു പക്ഷേ അത് ഞാനൊരു അനുഗ്രഹമായിട്ട് ഇന്ന് കാണുന്നു. അതിൽ എനിക്കിപ്പോൾ സങ്കടമില്ല. ബിക്കോസ് പക്ഷെ ശാരികയുടെ ഇന്റൻഷൻസ് ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഓപ്പൺ ബുക്കാന്ന് എപ്പോഴും പറയുമ്പോഴും പുള്ളി പറയും, നീ ഒരു ഓപ്പൺ ബുക്കേ അല്ലെന്ന്, നിനക്ക് എന്തൊക്കെയോ സീക്രട്ട് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു ഓപ്പൺ ബുക്കാണ്. അത് ഒരു കൗൺസിലിങ്ങിന് അവിടെ ചെന്ന സമയത്തും അവിടുത്തെ ഇവള് ഭയങ്കര അരഗൻ്റാന്ന് പുള്ളി ആ കൗൺസിലറോട് പറഞ്ഞു. കോടതിയിൽ ഒരു കൗൺസിലർ വിളിച്ചെന്ന് ഫസ്റ്റ് ഇതുപോലൊരു കേസ് ഉണ്ടായപ്പോഴത്തേക്ക്, ഞങ്ങൾ നോക്കാതിരുന്നൊരു കേസ് വന്നപ്പോഴത്തേക്ക് കൗൺസിലിങ്ങിന് വിളിച്ചു. അപ്പോൾ അന്ന് കോടതിയിലെ ഒരു ലേഡിയാണ്, കോടതി തന്നെ വിട്ട് പുള്ളിക്കാരത്തെയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും കസേരയുടെ മുമ്പിൽ എടുത്തിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, ഇവള് ഭയങ്കര അരഗൻ്റാ, ഇവളെ സഹിക്കാൻ പാടാ എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനോട് അപ്പം അവരെ ഞാനന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അന്ന് എന്നോട് അവരെ കുറച്ച് നേരത്തെ സംസാരമേ ആയിട്ടുള്ളൂ. കുറച്ച് നേരം രണ്ടുപേരെ സെപ്പറേറ്റ് അവർ സംസാരിച്ചിരുന്നു. ആ പുള്ളിക്കാരോട് അവരിങ്ങനെ നോക്കിയിട്ട്, താൻ എന്തറിഞ്ഞിട്ടാണോ പറയുന്നത്, തനിക്ക് എങ്ങനെ അറിയാം അവർ അരഗൻ്റാണെന്ന്,
അത് അവരങ്ങനെയാണ് വളർന്നത്. അവരുടെ അച്ഛൻ നാട്ടിലില്ല, അമ്മ അവരെ ഒറ്റയ്ക്ക് വളർത്തിയ 2 മക്കളാണ്. അവരെ ഡിസിപ്ലിനറി ആക്ഷനിൽ വളർത്തിയ ആൾക്കാരാണ്. അതായത് അങ്ങോട്ട് എപ്പോൾ പോയാലും ആ ഒരു ചിറകിനടി വളർന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയും പാറിപ്പറക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഡിസിപ്ലിൻ ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ആണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അവരുടെ ഹൃദയത്തിൽ താങ്കളൊന്ന് സ്നേഹിച്ചാൽ ഒരു ഉറവ് പൊട്ടി വരാൻ മാത്രമുള്ള സ്നേഹം, ഒരു കടലോളം സ്നേഹം ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടെന്ന് തനിക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നാണ് ആ കൗൺസിലർ, ഞാൻ അയാളോട് ചോദിച്ചത്. അന്ന് ഞാൻ ശരിക്കും അന്ന് ആ കൗൺസിലർ പറഞ്ഞിട്ടും പിന്നീട് 6 വർഷങ്ങൾ എനിക്ക് അയാളുടെ ടോർച്ചർ സഹിക്കേണ്ടി വന്നു. മെന്റൽ ഞാൻ ഒരിക്കലും ഫിസിക്കൽ സ്ട്രെയിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് ഒറ്റപ്പെടൽ, അവഗണന, അതോടൊപ്പം മെന്റൽ സൈലൻസ്. സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള സൈലൻസ് ആണ്. അവർ സ്നേഹിക്കുവാണോ അതോ നമ്മളെ അവഗണിക്കുവാണോ അതോ ഇനി ഡിവോഴ്സ് ചെയ്യാൻ പോകുമോ, ഇതൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. അവർക്ക് ഇൻറ്റൻഷൻ ഫിനാൻസ് ആണോ അതോ സെക്സ് ആണോ എന്താ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. വേറെ ഏതോ ഒരു ലോകത്ത് ഞാൻ ചൊവ്വാഗ്രഹത്തിലായിരുന്നു ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. കാരണം അവർ ഭൂമിയാണെങ്കിൽ ഞാൻ ചൊവ്വയിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായമാണ്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് പുള്ളിയോട് നന്ദിയുണ്ട്. വേറൊന്നുമല്ല, എന്നെ ഇങ്ങനെ സ്ട്രോങ് ആക്കിയതിൽ. എൻ്റെ ഒരു വഴി സ്വയം വെട്ടി ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഇനി ജീവിതത്തിലുണ്ടായാലും തോക്കില്ലെന്നും, ഞാൻ ഓരോ ദിവസവും ഞാൻ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, പിന്നെ തോക്കാതിരിക്കാൻ പഠിപ്പിച്ചതിന്, എന്നെ ഒരു പുള്ളിയോടാണ് ഞാൻ വെല്ലുവിളിച്ചിട്ടുള്ളത് പലവട്ടം. ഒരിക്കൽ നിങ്ങൾ നോക്കി നിൽക്കും, ദൂരേക്ക് നോക്കി നിൽക്കും. ഞാൻ എൻ്റെ പ്രീമിയം കാറിൽ ഒരു കൂട്ടം എൻ്റെ ആരാധകരുടെ അടുത്തേക്ക് വന്ന് ഇറങ്ങുന്നൊരു ദിവസം, അന്ന് നിങ്ങൾ ദൂരെ നിന്ന് അത് നോക്കിക്കാണും. അന്ന് ഞാൻ എൻ്റെ ബൗൺസേഴ്സിനോട് പറയും, അയാളെ പോയി വിളിച്ചുകൊണ്ട് ഇവിടെ ഇരുത്ത് എന്ന് ഞാൻ പറയും. അത് എൻ്റെ ഔദാര്യം എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടാകും. എന്നെ ജീവിതത്തിൽ ഹ്യൂമിലിയേറ്റ് ചെയ്ത, എന്നെ ഇത്രയും ഡൗൺ ചെയ്ത ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു പുരുഷൻ എന്ന് പറയണ്ട, ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, അത് പുള്ളിയാണ്. എല്ലാവരും മനസ്സിലാക്കിയിരുന്ന ശാരിക, ഇങ്ങനത്തെ ഒരു ശാരികയെ എല്ലാവർക്കും ഇതൊരു ശരിക്കും ഞെട്ടൽ തന്നെയായിരിക്കും. ശാരിക ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ശാരികയ്ക്ക് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ശാരികയുടെ ലൈഫ് ഇതാണ്. ശരിക്കും ഇതൊരു ഷോക്കിംഗ് തന്നെയായിരിക്കും. അതെ, ഞാൻ വീണ്ടും ശാരികയുടെ കണ്ണുകൾ നിറയിക്കുകയാണ്. കണ്ണുകൾ നിറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം എൻ്റെ കണ്ണീരകത്തേക്ക് വലിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. പുറത്തത് കാണാൻ, ജനങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്യം. നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര ഹാർഡാണ്, എത്ര ഇതായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ സത്യാവസ്ഥ മനസ്സിലാക്കണ്ടല്ലേ. ശാരികേനെ എത്രയോ പറഞ്ഞ് ട്രോൾ ചെയ്തു, ചീത്ത പറഞ്ഞിരിക്കണു. ഇങ്ങനെ ശാരികേനെ ഇങ്ങനെ നെഗറ്റീവ് ഓരോ കമൻസിലൂടെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാനൊക്കെ ആയിട്ട് എത്രയോ പേര് നോക്കുന്നുണ്ട്. പക്ഷേ ശരിക്കുമുള്ള ശാരിക, അല്ലെങ്കിൽ എന്താണ് ശാരികേനെ ഇത്രയും സ്ട്രോങ് ആക്കിയത്, എന്തുകൊണ്ട് ശാരിക ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാനൊരു പവർഫുൾ ലേഡിയായി മാറിയില്ലേ ഇപ്പോൾ, ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ. ശാരിക ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ശാരിക കരയുന്നോ, അല്ലെങ്കിൽ ഇല്ല, ഇന്റർവ്യൂ വന്നിരുന്ന കാര്യമാണോന്ന് എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. പക്ഷെ നമ്മൾ ചില മൊമെന്റിൽ നമ്മുടെ ഹൃദയം ഇടറി പോകുമല്ലോ അറിയാതെ.